തമിഴ്നാട് സ്റ്റൈൽ വെരി സിമ്പിൾ ആൻഡ് ഈസി സ്വീറ്റ് പണിയാരം. അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. വെൽക്കം ബാക്ക് ടു ഷിവൂസ് ആൻഡ് മീനൂസ് കോർണർ. അപ്പോൾ ഈ പണിയാരം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ശർക്കര വെച്ചിട്ടുണ്ടല്ലോ, ആ കപ്പിൽ 1 കപ്പാണ് പച്ചരി എടുത്തു. ആ കപ്പിൽ തന്നെ 3/4 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 2 hours കുതിർക്കാൻ വെക്കണം. ഇപ്പോൾ നന്നായിട്ട് കഴുകി ഒരു 2 hours കുതിർക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്യാപ്പിൽ തന്നെ നമുക്ക് ശർക്കര ഒന്ന് ശരിയാക്കി എടുക്കാം. ഒരു പാത്രം എടുക്കുക. അതിൽ ഞാൻ 3/4 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. അത് അതിനകത്ത് ഇട്ടിട്ട് നമുക്കൊരു 1/4 കപ്പ് വരെ നമുക്ക് വെള്ളം ഒഴിക്കാം. ഇത് നന്നായിട്ട് കരഞ്ഞാൽ മതി, ഡിസോൾവ് ആയാൽ മതി. സ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നും വേണ്ട. പിന്നെ ഞാൻ 4 ഏലക്ക നന്നായിട്ട് പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ ഇത്രയും ബബിൾ വന്നാൽ മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിൽ ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം. നിങ്ങളുടെ ശർക്കരയിൽ ഒരുപാട് മണ്ണ് എന്തെങ്കിലും ഡേർട്ട്സ് ഉണ്ടെങ്കിൽ നല്ല ഒരു വൈറ്റ് ഫിൽറ്റർ എടുത്ത് ഒന്ന് ഫിൽറ്റർ ചെയ്താൽ അതെല്ലാം അവിടെ തന്നെ നിന്നോളും. ഇപ്പോൾ ബാക്ക് ടു ദ റൈസ്. നമ്മുടെ പച്ചരി നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പച്ചരി നന്നായിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്തതിന് ശേഷം നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് പൊടിയാക്കിയിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസി മതിയാണ്. ഇപ്പോൾ നമുക്ക് ഇച്ചിരി പണിയാരം സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ടീസ്പൂൺ ഗോതമ്പേൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ടീസ്പൂൺ തേങ്ങ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ തേങ്ങ ഗോതമ്പ ചേർത്തു. അതും കൂടി നന്നായിട്ട് അരച്ചതിന് ശേഷം നമ്മൾ ഫിൽറ്റർ ചെയ്ത് വെച്ച ശർക്കരയുടെ സിറപ്പ് ഉണ്ടല്ലോ, അത് കുറച്ച് ആഡ് ചെയ്ത് നമുക്ക് ഒന്നുകൂടി അരച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്ത് വെച്ച ഫുൾ സിറപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് അരച്ചതിന് ശേഷം ഇങ്ങനെ വേറെ ഒരു പാത്രത്തിൽ ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പോൾ നമുക്ക് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇങ്ങനെ ലിഡ് വെച്ച് അടപ്പ് വെച്ച് ഒന്ന് ക്ലോസ് ചെയ്യാം. ഇത് 2 മണിക്കൂർ നേരം ഇങ്ങനെ ഇരുന്നിട്ട് വേണം നമുക്ക് പണിയാരം ഉണ്ടാക്കാൻ. ഇപ്പോൾ 2 hours കഴിഞ്ഞു. ഇനി നമുക്ക് മാവ് ഒന്ന് ശരിയാക്കി എടുക്കണം. അപ്പോൾ ഇത് ഒരുപാട് കട്ടിക്കുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി വെള്ളം ചേർത്ത് ഒന്ന് നന്നായിട്ട് ലൂസാക്കി എടുക്കാം. ഇങ്ങനത്തെ പലഹാരത്തിൽ നമ്മൾ വെള്ളം ചേർക്കുകയാണെങ്കിൽ കുറച്ച് ചേർത്തിട്ട് വേണം നമുക്ക് മിക്സാക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് ദോശമാവ് പദത്തിൽ ഉള്ളതാണ്. അപ്പോൾ ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. ഇപ്പോൾ ഞാൻ ഒരു കടായിൽ എണ്ണ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇത് പതുക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ പണിയാരം പതുക്കെ ഇങ്ങനെ പൊങ്ങി വരണം. ഇത് ഭൂരി പോലെ വരണം കേട്ടോ. പതുക്കെ ഓയിൽ അതിനകത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പതുക്കെ ഇങ്ങനെ തിരിച്ചിടണം. തിരിച്ചിട്ടിട്ട് കുറച്ച് സമയം വേവിക്കാൻ സമയം കൊടുക്കണം. അപ്പോൾ ഈ റെസിപ്പി ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഹൈയിലിരുന്നാലും പിന്നെ നമുക്ക് കുറച്ച് സിമ്മിലാക്കിയിട്ട് വേണ ശേഷം നമുക്കിത് കുക്ക് ചെയ്യാൻ ഇച്ചിരി സമയമാവും. നമ്മൾ പണിയാരം ആദ്യം ഒഴിക്കുമ്പോൾ നല്ല ഹൈയിലുണ്ടാവണം ഫയർ. പിന്നെ അത് കുറച്ച് ഇങ്ങനെ പണിയാരം പൊങ്ങി വരുമ്പോൾ അത് നല്ല സിമ്മിലാക്കിയിട്ട് പതുക്കെ ഓയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് കുക്കാവണം. മാവായിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും കൂടി അതിനകത്ത് എണ്ണയിലിടേണ്ടി വരും. അതുകൊണ്ടാണ്. ഇപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് വേവിച്ചെടുക്കാം നമുക്ക്. ഇപ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങനെ എല്ലാ മാവ് വെച്ചിട്ട് ഇങ്ങനെ എല്ലാ പണിയാരവും ഉണ്ടാക്കി കാണിച്ചു തരാം. വാവ്, ഡെലീഷ്യസ്. അപ്പോൾ തമിഴ്നാട് സ്റ്റൈൽ സിമ്പിൾ ഈസി സ്വീറ്റ് പണിയാരം റെഡി ആയിട്ടുണ്ട്. ടൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.